ഈ ഒരു സാധനം കഴിച്ചിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. 90s എന്തായാലും കഴിച്ചിട്ടുണ്ടാവും. എൻ്റെ ചെറുതിൽ നമ്മുടെ വീട്ടിലും കശുമാവ് ഉണ്ടായിരുന്നു, എല്ലായിടത്തും ഉണ്ടായിരുന്നു ഓൾമോസ്റ്റ്. അതുപോലെ തന്നെ നമ്മൾ സ്കൂളിലും ട്യൂഷനൊക്കെ പോയിട്ട് വരുമ്പോൾ ഈ ഒരു ഫ്രൂട്ടൊക്കെ കഴിച്ചുകൊണ്ടായിരിക്കും വരുന്നത് തന്നെ. അതുപോലെ തന്നെ എൻ്റെ ചെറുതിൽ എൻ്റെ വാപ്പുമ്മക്കായിരുന്നു കേട്ടോ കിച്ചണിൽ ഇൻചാർജ്. ഇപ്പോൾ പുള്ളിക്കാരി ഇതുപോലെ കിട്ടുന്ന കശുവണ്ടി, ചക്കക്കുരു, കപ്പയൊക്കെ നമുക്കിങ്ങനെ അടുപ്പിൽ ചുട്ട് തരും. നല്ല ടേസ്റ്റായിരുന്നു അതൊക്കെ കഴിക്കാനായിട്ട്. അപ്പോൾ ഇപ്പോൾ അങ്ങനെയൊന്നും ആരും ചെയ്യാറില്ല. നമ്മുടെ ഇവിടെയൊക്കെ അങ്ങനെ ഇപ്പോൾ അതൊക്കെ റെയറായിട്ടുണ്ട്. ഈ ഒരു മരം തന്നെ വലുതായിട്ട് കാണാനൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ ഞാൻ ഇത്തവണ വീട്ടിൽ വന്നപ്പോൾ ഒരു കവറിൽ നിറയെ ഇത് കശുവണ്ടി ഇരിക്കുന്നുണ്ട് കേട്ടോ. വാപ്പി എവിടുന്നോ കൊണ്ടുവന്നതാണ്. അങ്ങനെ എൻ്റെ മോൾ ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉമ്മ ഇങ്ങനെ ചോറ് വയ്ക്കുന്നുണ്ടായിരുന്നു അടുപ്പിൽ. അതിലോട്ട് ഞാൻ ഓരോന്നോരോന്നായിട്ട് ഇട്ടിട്ട് ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇടുന്ന സമയത്ത് അത്യാവശ്യം പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ടാവും കേട്ടോ, നല്ല കറയല്ലേ. അങ്ങനെ അത് ചുട്ടെടുത്തിട്ട് നമ്മളിങ്ങനെ തല്ലി എടുക്കുന്നുണ്ട്. ഇങ്ങനെ തല്ലിയാൽ അത് ചമ്മന്തി ആയി പോവും. അതിന് പകരം നമ്മളിങ്ങനെ പിടിച്ച് ഇങ്ങനെ നൂത്ത് നിർത്തിയിട്ട് ചിരട്ട കൊണ്ടൊക്കെ തല്ലി എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല പിളർന്ന് നല്ല ഫുൾ ഒരു ക്യാഷ്യൂ ആയിട്ട് കിട്ടും. ചിരട്ട യൂസ് ചെയ്തിട്ടാണ് കേട്ടോ തല്ലുന്നത്. അങ്ങനെ നമ്മൾ കുറേ തല്ലി എടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യം 2-3 വെച്ചിട്ടിട്ട് പിന്നെ കുറേ ഓരോ ബാച്ചായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അത്യാവശ്യം ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളയാൻ അത്യാവശ്യം പാടാണ് കേട്ടോ. പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. ഇത് കഴിച്ചിട്ടുള്ളവർക്ക് എന്തായാലും അറിയാൻ പറ്റും. ആ സമയത്ത് വീട്ടിൽ 2 ഇത്താമാർ വന്നപ്പോൾ അവർക്ക് കൊടുത്തപ്പോൾ അവരും കഴിച്ചു. ഇത്തിരി നാളായി കുഞ്ഞിലേ കഴിച്ചതാണെന്ന് വെച്ചിട്ട് അത്രയ്ക്ക് നൊസ്റ്റിയുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. ഇത് കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ടാറ്റാ.